ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഒരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഒരു മിക്സ് ആയിട്ട് എല്ലാ വെജിറ്റബിൾസും ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തി, പൂരി, കുബൂസ് അതിനെല്ലാം വളരെ ചേർന്ന ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഇത് കറി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എല്ലാ പച്ചക്കറികളും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ സാമ്പാറിന് കഷ്ണങ്ങൾ കൊണ്ടുവരുമ്പോൾ അപ്പോൾ അതിലൊക്കെ നമ്മൾ സാമ്പാർ വെച്ച് കുറച്ച് കഷ്ണങ്ങളൊക്കെ ബാക്കിയുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലെ ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം കൂടി എടുത്തിട്ട് ഇതുപോലെയുള്ള കറി ഉണ്ടാക്കാം. അതിൽ മുരിങ്ങക്ക, ബീട്രൂട്ട്, കയ്പ്പക്ക അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട. അങ്ങനത്തെ ചേർത്ത് കഴിഞ്ഞാൽ കളർ മാറും, പിന്നെ കഴിക്കാൻ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. അതല്ലാത്ത എല്ലാ പച്ചക്കറികളും ചേന, ചേമ്പ്, വെള്ളരിക്ക, കുമ്പളങ്ങ അങ്ങനെ എല്ലാ സാധനങ്ങളും പച്ചക്കായൊക്കെ നമുക്കിതിനകത്ത് ചേർക്കാം. കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ചെടുത്ത് നമുക്കിനി കറി ഉണ്ടാക്കാം. UAE ഉള്ളവർക്ക് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള നാട്ടിൽ കിട്ടാത്ത ചില വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. കോളിഫ്ലവർ, പിന്നെ കാബേജ് ഞാൻ ചേർക്കാറില്ല, വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കാറില്ല. അപ്പോൾ എന്ത് വെജിറ്റബിളും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് ഞാനിങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങും ഉണ്ട്, ക്യാപ്സിക്കും ഉണ്ട്. ഇത് കുറച്ച് വലുതാക്കിയിട്ട് മുറിക്കണം. അത് മുന്നേ മുറിച്ച അത്ര ചെറുതാക്കാൻ പാടില്ല. ക്യാപ്സിക്കം എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് എടുത്തെന്നുള്ളൂ. ക്യാപ്സിക്കം ഇതിലേക്ക് നിർബന്ധമേ അല്ല. എൻ്റെ അടുത്തൊരു പീസ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഇത് ഞാൻ രണ്ടും വേറെ വെക്കാൻ കാരണം ഇത് വേറെയാണ്. ഇത് ആദ്യം നമ്മൾ സവാള വാട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കുക. അതുകൊണ്ടാണ് ഇത് വേറെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 7 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 7 എണ്ണം. നാട്ടിലെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10ഓ 12ഓ എടുക്കാം. പിന്നെ ഇഞ്ചി ഒരു ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും. ഇഞ്ചി വളരെ കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ, ഒരു ടേസ്റ്റിന് മാത്രം, അധികം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അത് ഇനിയും എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അതിന് ഞാൻ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു കിലോ വെജിറ്റബിൾസ് ഉണ്ടാവും ഞാൻ നുറുക്കി വെച്ചത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ 3 വലിയ സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സവാള ഒരെണ്ണം കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടുക, അത് ടേസ്റ്റാണ്. സവാള ഇതിൽ നല്ലൊരു ടേസ്റ്റ് കൂട്ടുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് സവാള കൂടിയാലും കുഴപ്പമില്ല. ഇനി ഇത് എങ്ങനെയാണ് പിന്നെ കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. അത് നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും എനിക്ക് നന്നായിട്ട് തോന്നുന്നത് സൺഫ്ലവർ ഓയിലാണ്. കോൺ ഓയിലോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇതേപോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ പച്ചമുളകും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മാറി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. എണ്ണയുടെ കണക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടാണ്, വല്ലാതെ കനം കുറച്ചിട്ടൊന്നുമില്ല, ഇതേപോലെ മുറിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കോ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒരു ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും ഞാൻ നേരത്തെ വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ സവാളയുടെ എണ്ണയുടെയും കൂടെ കിടന്നിട്ട് ഒന്ന് ഈ ഉരുളക്കിഴങ്ങിനൊക്കെ ഒരു ചെറിയ ഗോൾഡൻ കളർ വരും അതിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ, ഈ മുറിച്ച ഭാഗത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ വേണം ഇത് ഒരു പാകത്തിന് ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഗോൾഡൻ കളറിലേക്ക് ആവണവർക്ക് മൂപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഒരു ഹാഫ് വേവിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വഴുതനങ്ങയുടെ കഷ്ണങ്ങളുണ്ടായിരുന്നു. അത് ആദ്യം ഞാൻ ആ മിക്സ് വെജിറ്റബിളിൻ്റെ കൂടെ ഇട്ടതായിരുന്നു. പക്ഷേ കുറച്ചും കൂടി നല്ലത് ഈ സമയത്ത് ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വേവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുക. വഴുതനങ്ങയുടെ കഷ്ണം കൂടിയിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴുതനങ്ങ എണ്ണയൊക്കെ ഇടുന്നൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഒന്നും കൂടി ഇതിങ്ങനെ വെന്ത് വരട്ടെ എണ്ണയൊക്കെ ഇടുന്നിട്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കോ എല്ലാം ഒരു കുക്കായി വന്നിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഫസ്റ്റിൽ പച്ചക്ക് കാണുന്ന കളറല്ല, പിന്നെ ഇതിൽ വന്നിട്ട് ഒരു ക്രീം കളറിലേക്ക് വരും, ഒരു ചെറിയ ഗോൾഡൻ കളർ പോലെയുള്ളൊരു ക്രീം കളറിലേക്ക് വരും. ആ സമയത്ത് ഇതിൻ്റെ മൂപ്പ് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു പൊടികളും മഞ്ഞൾപ്പൊടി വരെ ചേർക്കുന്നില്ല, പൊടികളുടെ ആവശ്യമില്ല. മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഈ വെജിറ്റബിൾസൊക്കെ കുക്കറിൽ വെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കുക്കറിൽ വെക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ നമ്മളെപ്പോഴും കുക്കറല്ലാതെ പ്രഷർ കുക്കർ ഉപയോഗിക്കാണ്ട് വെക്കുക. ഈ കഷ്ണത്തിനൊപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ പ്രഷർ കുക്കറല്ല ഉപയോഗിക്കുന്നത്, സാധാരണ നിലയ്ക്ക് വേവിച്ചെടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ കറി ഒരു 5 മിനിറ്റ് ഞാൻ തിളപ്പിച്ചു. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഉപ്പ് എരിവൊക്കെ എപ്പോഴും ഓരോരുത്തർക്കും ഇഷ്ടങ്ങൾ വെവ്വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കുറച്ചിടുക, എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. നല്ല ലോ ഫ്ലെയിം അല്ല, അതിലൊരല്പം കൂട്ടി വെക്കുക, എന്നിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് ഞാൻ ഉപ്പിട്ടിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് തിളച്ചു. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ കുറവും ലോ ഫ്ലെയിമിൽ ഒരല്പം കൂടുതലുമായിട്ട് വെക്കുക. അങ്ങനെ വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഏകദേശം കറി റെഡി ആയിട്ടുണ്ടാവും. ഒന്ന് നോക്കാം. ഇപ്പോൾ വേവൊക്കെ പാകമായിട്ട് വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരുപാട് ഉടച്ച് കളയരുത്, എന്നാലും ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. ഇനി കറി അധികമായാൽ ഇത് നല്ലതല്ല, കുറച്ച് ഇങ്ങനെ കുഴമ്പായിട്ടിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഒരുപാട് കറിയും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഈ ഇരിക്കുന്ന പോലെയല്ല, കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഈ കറി കട്ടിയാവും. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ടാണ് ഞാനിത് തീ ഓഫാക്കിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് മല്ലിയില അതുണ്ടെങ്കിൽ അതൊരു 2 തണ്ട് മുറിച്ചിടാം. കറിവേപ്പില വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നല്ല ടേസ്റ്റിൽ, ഉപ്പൊക്കെ നല്ല പാകമാണ്, എല്ലാ ടേസ്റ്റിൽ നല്ല ടേസ്റ്റിൽ അത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ കണ്ടല്ലോ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, എന്നാലോ ടേസ്റ്റ് അതിഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കുക. ബാച്ചിലേഴ്സിനോട് പ്രത്യേകം പറയാണ്, നിങ്ങൾക്കൊരു തേങ്ങ അരക്കാനോ തേങ്ങാപ്പാൽ പിഴിയാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ കുറച്ച് സവാള കട്ട് ചെയ്യണം, ഈ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യണം, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈ കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു.